വാർത്തകൾ ഇനി ആലുവ ലൈവ്. ഏലൂരിലെ 4ഓളം ദുരിതാശ്വാസ ക്യാമ്പിൽ 383 പേർ. പെരിയാർ കരകവിഞ്ഞൊഴുകിയതോടെ ഏലൂരിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. സ്ഥിരമായി വെള്ളം കയറാറുള്ള ബോസ്കോ നഗർ, പവർലൂം, പത്തേലക്കാട്, ദേവസ്വം പാടം, പഞ്ചായത്ത് കോളനി, ചിറാക്കുഴി, പള്ളിപ്പുറംചാൽ എന്നിവിടങ്ങളിലാണ് ഇന്ന് വെള്ളം കയറിയത്. ഇവിടുത്തെ താമസക്കാരായ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. 250ഓളം കുടുംബങ്ങളെയാണ് വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. കുറ്റിക്കാട്ടുകര UP സ്കൂൾ, പാതാളം ഹൈസ്കൂൾ, ഈസ്റ്റേൺ സ്കൂൾ, ആലുപുരം പാർട്ടി ഓഫീസ് എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. പാതാളം ഹൈസ്കൂളിൽ 10 കുടുംബങ്ങളെ 45 പേരും, കുറ്റിക്കാട്ടുകര LP UP സ്കൂളുകളിലായി 44 കുടുംബങ്ങളിലെ 171 പേരും, ME സ്കൂളിൽ 31 കുടുംബങ്ങളിലെ 107 പേരും, ആലുപുരം ബാലാനന്ദൻ ഹാളിൽ 60 പേരുമായി 383 പേരാണ് ക്യാമ്പിലുള്ളത്. ബാക്കിയുള്ളവർ ബന്ധുവീടുകളിൽ അഭയം തേടിയിട്ടുണ്ട്. വേലിയേറ്റമായതിനാൽ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുകയാണ്. പറവൂർ തഹസീൽദാർ, ഏലൂർ വില്ലേജ് ഓഫീസർ, നഗരസഭാ അധികാരികൾ എന്നിവർ ക്യാമ്പുകളും വെള്ളം കയറിയ പ്രദേശങ്ങളും സന്ദർശിച്ചു. നഗരസഭാ അധ്യക്ഷൻ AD സുജിലിൻ്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട കൗൺസിലർമാരടക്കമുള്ളവർ ചേർന്ന ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.